നമ്മുടെ സതിയുടെ 19ാമത്തെ എപ്പിസോഡാണ്. അങ്ങനെ ലീല പെട്ടെന്ന് വീട്ടിൽ നിന്നിറങ്ങി ഒരു ടാക്സി പിടിച്ച് ആശുപത്രിയിലേക്ക് എത്തി. അവിടെ ചെന്നിട്ടും എവിടെയാണെന്ന് അറിയാൻ വയ്യ. അങ്ങനെ ലീല ഫോൺ എടുത്ത് ശിവനെ വിളിച്ചു, മോനെ നിങ്ങൾ എവിടെയാണ് എന്ന് ചോദിച്ചു. ഞങ്ങൾ പ്രസവ വാർഡിൻ്റെ പുറത്ത് നിൽപ്പുണ്ടമ്മേ എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു പെൺകുട്ടിയോട് ചോദിച്ചു, എവിടെയാണ് മോളെ പ്രസവ വാർഡ്? അത് ദോണ്ടേ എന്ന് കാണിച്ചു. ഇതിലേ നടന്ന് അങ്ങോട്ട് ചെന്നാൽ മതിയെന്ന് ആ പെൺകുട്ടി പറഞ്ഞു. ലീല പെട്ടെന്ന് അതിലേ നടന്ന് ചെന്നു. അപ്പോഴോ അവിടെ ശിവൻ നിൽക്കുന്നതും കണ്ട് ചെല്ലമ്മ നിൽക്കുന്നതും കണ്ട് ലീല ഓടിച്ചെന്നു. മോളോ എന്ന് ചോദിച്ചു. അവളെ പ്രസവ വാർഡിലേക്ക് കയറ്റി. അമ്മയെ കാണണം എന്നും പറഞ്ഞ് ബഹളമായിരുന്നു എന്ന് പറഞ്ഞു. ലീല പറഞ്ഞു, എനിക്കും എൻ്റെ മോളെ ഒന്ന് കാണണം. ആ നേഴ്സിനോടെങ്കിലും ഒന്ന് വിളിച്ച് ചോദിച്ചു നോക്കൂ, എന്നെ ഒന്ന് കാണിക്കുമോ എന്ന്. ലീല പ്രസവ വാർഡിൻ്റെ വാതിൽ കൊട്ടി. അപ്പോഴൊരു നേഴ്സ് വന്ന് എന്താ എന്ന് ചോദിച്ചു. ഇത് സതിയുടെ അമ്മയാണ്, സതിക്ക് കാണണമെന്ന് പറഞ്ഞു, അമ്മയ്ക്കും കാണണമെന്ന് പറഞ്ഞു, ഒന്ന് കാണിക്കുമോ എന്ന് ചോദിച്ചു. ശരി, ഞാൻ ഡോക്ടറോട് ചോദിക്കട്ടെ എന്ന് പറഞ്ഞു. നേഴ്സ് ചെന്ന് പറഞ്ഞു, ഡോക്ടർ സതിയുടെ അമ്മയ്ക്ക് സതിയെ കാണണമെന്ന് പറയുന്നു, ഇങ്ങോട്ട് വിളിക്കട്ടോ എന്ന് ചോദിച്ചു. സതിക്കും അമ്മയെ കാണണമെന്ന് പറഞ്ഞ് ബഹളം വെച്ചതല്ലേ, എന്തായാലും അവരെ വിളിക്കൂ, അവർ വന്ന് മോളെ ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞു. നേഴ്സ് വന്ന് പറഞ്ഞു, സതിയുടെ അമ്മ ആരാണ്, കയറി വരാൻ ഡോക്ടർ പറഞ്ഞു എന്ന് പറഞ്ഞു. അങ്ങനെ ലീല പ്രസവ വാർഡിനകത്ത് കയറി നോക്കിയപ്പോൾ സതി അവിടെ കിടക്കുകയാണ്. ലീലയെ കണ്ടതും സതി പൊട്ടിക്കരഞ്ഞു. ലീല പെട്ടെന്ന് ചെന്നു, മോളെ കരയണ്ട, ഒന്നുമില്ല, എന്തിനാ കരയുന്നത്, അമ്മയും ശിവനും ചെല്ലമ്മയമ്മയും എല്ലാം ഇവിടെ ഉണ്ടല്ലോ, മോള് വിഷമിക്കണ്ട, ഒരു കുഴപ്പവുമില്ല അമ്മേ, എനിക്ക് ആകെ പേടിയാവുന്നു. ലീല പറഞ്ഞു, മോളെന്തിനാ പേടിക്കുന്നത്? എൻ്റെ മോള് പേടിക്കണ്ട, ഞങ്ങളെല്ലാം അടുത്തില്ല, അതാ ഡോക്ടറുണ്ട്, നേഴ്സുണ്ട്, എന്തിനാ പേടിക്കുന്നത്, സന്തോഷമായിട്ടിരിക്കും, നമ്മൾക്കൊരു കുഞ്ഞ് ജനിക്കാൻ പോവുകയല്ലേ, ആ സന്തോഷത്തിൽ മോള് മനസ്സ് സമാധാനമായിട്ടിരിക്കും. ലീല സതിയുടെ നെറ്റിയിൽ ഒരു ഉമ്മ കൊടുത്തു. അപ്പോഴത്തേക്ക് ഡോക്ടർ അടുത്തേക്ക് വന്ന്, എന്തിനാ സതി പേടിക്കുന്നത്, അമ്മയെ കാണണമെന്ന് ബഹളം വെച്ചു. ഇപ്പം അമ്മയെ കണ്ടില്ലേ, ഒന്നും കൊണ്ടും പേടിക്കേണ്ട, ഞങ്ങൾ നിൻ്റെ അടുത്തില്ലേ, എന്തിനാ പേടിക്കുന്നത്, ഒരു പ്രശ്നവുമില്ല, ഭർത്താവും അമ്മയും എല്ലാവരും പുറത്തുണ്ടല്ലോ, പിന്നെന്തിനാ പേടിക്കുന്നത്, ഒരു കുറച്ച് നേരത്തെ വേദനയേ ഉള്ളൂ, അത് കഴിയുമ്പോൾ എല്ലാം കഴിയും കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ സതി മൂളി. ലീലയോട് ഡോക്ടർ പറഞ്ഞു പുറത്ത് ഇറങ്ങാൻ പറഞ്ഞു. ശരി ഡോക്ടർ എന്നും പറഞ്ഞ് ലീല പുറത്തേക്ക് പോയി. ലീല പുറത്തിറങ്ങിയതും ശിവൻ ഓടി വന്ന് ചോദിച്ച്, എന്ത് പറയുന്നമ്മ സതി എന്ന് ചോദിച്ചു. കുഴപ്പമില്ല, എന്നെ കണ്ടപ്പോൾ ഒരു കരച്ചിൽ, ഒരു ചെറിയ പേടിയേ ഉള്ളൂ, കുഴപ്പമില്ല, മോൻ വിഷമിക്കേണ്ട, അത് പെൺകുട്ടികൾക്കൊക്കെ ഈ പ്രസവ വേദന വരുമ്പോൾ ഉള്ളതാണ്, മോൻ സമാധാനപ്പെട്ടിരിക്കും കേട്ടോ എന്ന് പറഞ്ഞു. ശിവൻ ഒരു സമാധാനവുമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയായിരുന്നു. കുറച്ച് നേരം കസാരയിരിക്കും, പിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. അപ്പോഴത്തേക്ക് ആ ചെല്ലമ്മ പറഞ്ഞു, മോനൊരു സമാധാനവും ഇല്ലെന്ന് ലീലയോട് പറഞ്ഞു. അവന് സതിയെന്ന് വെച്ചാൽ ജീവനാണ്, ഇനി അവൾക്ക് എന്തെങ്കിലും പറ്റുമോ എന്നാണ് അവൻ്റെ ഒരു പേടി. സതിയുടെ നിലവിളിയും പ്രസവ വാർഡിൽ നിന്ന് കേൾക്കുന്നുണ്ട്, അതും കൂടി ആയപ്പോൾ അവന് ആകെ വിഷമമാണ്. ശിവൻ ഓടി വന്ന് സതിയുടെ അമ്മയോട് പറഞ്ഞു, അമ്മേ സതി കിടന്ന് നിലവിളിക്കുന്നു, മോനെ പേടിക്കണ്ട, ഇതൊക്കെ സ്ത്രീകൾക്കുള്ളതാണ്, നീ എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നത്, സമാധാനമായി ഇരിക്കുക, അങ്ങനെ പേടിക്കാതിരിക്കുക, നമ്മളിവിടെ ഇല്ലേ, അവളടുത്ത് ഡോക്ടറുണ്ട്, നേഴ്സുണ്ട്, എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ നമ്മളെ അറിയിപ്പിക്കും, മോനൊന്ന് സമാധാനപ്പെടും മോനെ എന്ന് പറഞ്ഞു. പെട്ടെന്നാണ് സതിയുടെ ഒരു നിലവിളി, അമ്മേ എന്നൊരു നിലവിളി. അപ്പോഴത്തേക്കാണ് ഒരു കുഞ്ഞിൻ്റെ സൗണ്ടും. അപ്പോൾ ലീല പറഞ്ഞു, മോള് പ്രസവിച്ചെന്ന് തോന്നുന്നു, കുഞ്ഞിൻ്റെ നിലവിളിയും കേട്ടല്ലോ എന്ന് പറഞ്ഞു. അവൻ ചോദിച്ചു, എൻ്റെ സതി പ്രസവിച്ചു എന്ന് പറഞ്ഞു. അപ്പോഴാ പെട്ടെന്ന് ഒരു നേഴ്സ് വന്ന് പറഞ്ഞു, സതി പ്രസവിച്ചു കേട്ടോ എന്ന് പറഞ്ഞു. പെൺകുട്ടിയാണോ എന്ന് അടുത്ത എപ്പിസോഡിൽ അറിയാം.